എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. BLDC ഫാൻ എങ്ങനെ ഒരു 1850 രൂപ അല്ലെങ്കിൽ അതിൻ്റെ താഴെ അത്രയും വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ മേടിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചേരാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാളും വളരെയധികം പൈസ കുറവിൽ ഈ രീതിയിൽ ഫാൻ മേടിച്ചാൽ നമുക്ക് ലഭിക്കും. ഇത് എങ്ങനെ ഫാൻ മേടിക്കാം? ഇങ്ങനെ ഫാൻ മേടിക്കുമ്പോൾ ചെറിയ പണി നമുക്ക് കിട്ടും. പണി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു മേടിക്കാം. അതുകൊണ്ട് ആരും ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഫാൻ ആമസോണിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 3300 രൂപ ആ റേറ്റിലാണ്. പക്ഷേ നമുക്ക് ഈ ഫാൻ ലഭിച്ചിരിക്കുന്നത് 2080 രൂപയ്ക്കാണ്. അത് ആമസോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഫാൻ ഉണ്ടാക്കിയിട്ട് ഒരു 1.5 മാസം പഴക്കമേ ഉള്ളൂ. മാനുഫാക്ചറിംഗ് ഡേറ്റ് അത്ര പുതിയ ഫാനാണ് നമുക്ക് ഇത്ര റേറ്റ് കുറച്ച് കിട്ടിയിരിക്കുന്നത്. ഈ ഫാൻ യാതൊരു രീതിയിലും ആരും ഒരു ഉപയോഗിച്ച കണ്ടീഷനിലോ അല്ലെങ്കിൽ പഴയ പ്രോഡക്റ്റോ ആയിട്ടല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ മേടിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല പണി കിട്ടും. ആ പണി കിട്ടിയ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളും. എന്തായാലും ഈ രീതിയിൽ നമ്മൾ ഒരു 25 ഫാനെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പല കൂട്ടുകാർക്കും വേണ്ടി. അതിൽ കുറച്ച് ഫാൻ കംപ്ലൈൻ്റ് ആയിട്ട് റിട്ടേൺ അയച്ചിട്ടുണ്ട്. റിട്ടേൺ എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ സംഭവം ഒരു പഴയ ലുക്കായിരുന്നു, പിന്നെ വർക്കിംഗ് അല്ലായിരുന്നു, പിന്നെ ചിലതിൽ പാർട്സ് മിസ്സിങ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുകൊണ്ട് തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ കമ്പനിയിൽ വാറണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ കമ്പനിക്കാർ വീട്ടിൽ വന്നിട്ട് ഫാൻ റിപ്പയർ ചെയ്ത് തരികയും ഒരു ഫാനാണെങ്കിൽ അതിൻ്റെ മോട്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ വാറണ്ടി നമ്മുടെ ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ 6 മാസം സെല്ലർ വാറണ്ടിയാണ് പറയുന്നത്. പക്ഷേ ആമസോണിൻ്റെ ആ പേജിൽ തന്നെ കാണിക്കുന്നുണ്ട് കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്താൽ 3 വർഷം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആറ്റം വർക്കിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസും മറ്റും ഫാൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന വാറണ്ടി കാർഡിലുണ്ട്. ആ രീതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അഡീഷണൽ ആയിട്ടുള്ള വാറണ്ടി കിട്ടും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ രീതിയിൽ ഫാൻ മേടിച്ചിട്ട് വാറണ്ടി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് നമുക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. കാരണം നമ്മൾ ഈ രീതിയിൽ കുറേ ഫാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആറ്റം വർക്കിൻ്റെ ഫാനൊക്കെ ആണെങ്കിൽ വാറണ്ടി കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ പാർട്സിനൊന്നും വലിയ റേറ്റില്ലാത്തതുകൊണ്ട് അത്ര കുഴപ്പമില്ല, നമുക്ക് വളരെ ചീപ്പ് റേറ്റിലല്ലേ കിട്ടുന്നത്. പിന്നെ ഇത് പുതിയ മാനുഫാക്ചറിങ് ഡേറ്റൊക്കെ എല്ലാം പുതിയതാണ്, പുതിയ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് കമ്പനി വാറണ്ടി തരാണ്ടിരിക്കാൻ യാതൊരുവിധ ഒരു കാരണവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് എന്തായാലും വാറണ്ടിയൊക്കെ കിട്ടും. ഇനി എന്തെങ്കിലും കാരണത്താൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. ഈ രീതിയിൽ മേടിച്ച ഫാന് നമുക്ക് നിലവിൽ വാറണ്ടിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ എങ്ങനെ മേടിക്കാം എന്ന് നോക്കാം. നമ്മൾ ഇത് ആമസോണിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ആമസോണിൻ്റെ സൈറ്റിൽ കയറിയിട്ട് റിന്യൂവ്ഡ് BLDC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം കാണിക്കും. ഇത് ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് ഒരു കസ്റ്റമർ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കളർ ഇഷ്ടപ്പെടുത്തുകൊണ്ടായിരിക്കും തിരിച്ചയക്കുന്നത്. ആ ഫാനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ്, നിങ്ങൾക്ക് പുത്തൻ ഫാനും കിട്ടും. അതിൻ്റെ ലീഫോ ഇതൊന്നും പൊട്ടിക്കാണ്ട് പുത്തൻ ഫാൻ തന്നെ വളരെ വിലക്കുറവ് കിട്ടും. ചിലപ്പോൾ പൊട്ടിച്ചിട്ട് സെറ്റ് ചെയ്തൊക്കെ സ്പീഡ് കുറവോ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ റൂമിൽ കളർ മാച്ചിങ് ഒന്നും ആവാത്തതുകൊണ്ട് തിരിച്ചയച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റും കൊണ്ട് തിരിച്ചയച്ചിട്ടുണ്ടാവും. അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള സാധനമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെല്ലാർ ചെക്ക് ചെയ്തിട്ട് നല്ല സാധനം പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ റിമോട്ട് മിസ്സിങ് ആണെങ്കിൽ സെല്ലാർ ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. സെല്ലാർ ചുമ്മാ എടുത്ത് കയറ്റി വിടാണ്. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. കാരണം നമുക്ക്
പല രീതിയിൽ ഫാൻ കിട്ടിയിട്ടുണ്ട്. പുത്തൻ ഫാൻ കിട്ടിയിട്ടുണ്ട്. അതുവേണം വളരെ ചെളിയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് പഴഞ്ച ലുക്കിലിരിക്കുന്ന ഫാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോക്സിലെ ബാർകോഡും ഫാനകത്തുള്ള ബാർകോഡും രണ്ട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട്. സീരിയൽ നമ്പറൊന്നും മാച്ചിങ് അല്ല. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് കിട്ടുമ്പോൾ സീരിയൽ നമ്പർ പെട്ടിക്കകത്തെയും ഫാനിൻ്റെ സെയിം ആണെന്ന് നോക്കണം. ഏകദേശം മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം പഴക്കമുള്ളതാണെന്ന് നോക്കണം. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പുത്തൻ ഫാനാണെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും കാരണവശാൽ ഫാൻ അത്ര സെറ്റപ്പ് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചയക്കാം. തിരിച്ചയച്ചാൽ നമുക്ക് പൈസയൊക്കെ റീഫണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ കസ്റ്റമർ റിവ്യൂ ഒക്കെ കഴിഞ്ഞാൽ ചില മോഡലിന് തീരെ തല്ലിപ്പൊളി റിവ്യൂ ആണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഏത് കണ്ടീഷനാണ് കിട്ടണമെന്ന്. പക്ഷേ നമ്മൾ ടൈമുണ്ടെങ്കിൽ ഈ രീതിയിലെടുത്താൽ നമുക്ക് നല്ല ലാഭമാണ്. പൈസ നമുക്ക് യാതൊരു രീതിയിലും നഷ്ടം വരുന്നില്ല. കാരണം നമുക്കിത് വളരെ വില കുറഞ്ഞാണ് കിട്ടുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ റിട്ടേൺ അയക്കണം. അപ്പോൾ നമ്മുടെ ഒരാഴ്ച പോയി കിട്ടും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. പിന്നെ നല്ല കണ്ടീഷനുള്ള ഫാനാണെങ്കിൽ നമുക്ക് അത്ര പൈസ ലാഭം കിട്ടും. ഞാനിപ്പോൾ ഒരു നിരവധി ഫാൻ ഈ രീതിയിൽ മേടിച്ചിട്ടുണ്ട്. നമ്മളൊരു 10 ഫാൻ മേടിച്ചാൽ അതിൽ ഒരു 5 ഫാന് എന്തായാലും പ്രശ്നമുണ്ട് കേട്ടോ. ഉള്ള കാര്യം നമുക്ക് പറയാമല്ലോ. വർക്ക് ചെയ്യണ പ്രശ്നങ്ങളുണ്ട്, വർക്ക് ചെയ്യില്ലാത്ത പ്രശ്നമുണ്ട്, റിമോട്ടില്ലാത്ത പ്രശ്നമുണ്ട്, പല സാധനങ്ങൾ മിസ്സിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 2 ഇപ്പോൾ റീഫണ്ട് അടിച്ച് ഇതിനകത്ത് തന്നെ കാണാം. 2 ഫോണുണ്ട്. അപ്പോൾ അതിനകത്ത് പല അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഈ വീഡിയോയിൽ കാണുന്നില്ല. എന്തായാലും കുറേ ഫാൻ ഈ അക്കൗണ്ടിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫാൻ നമ്മൾ 2080 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം കണ്ട ഫാനാണ് വീഡിയോയിൽ. പുത്തൻ ഫാൻ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും പൈസ 1000 രൂപ അടുത്ത് ലാഭമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മെച്ചങ്ങൾ. ഇപ്പോൾ ഈ ആറ്റം വർക്ക് റെനേസ എന്ന് പറഞ്ഞ മോഡൽ മേടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ മോഡൽ നമ്മൾ മേടിച്ചിട്ട് മിക്ക തന്നെ നല്ല ഫാനാണ് ലഭിച്ചിരിക്കുന്നത്. പുതിയ ഫാൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു 1.5 മാസം 2 മാസമൊക്കെ മാനുഫാക്ചറിങ് പഴക്കമുള്ള ഫാനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പുതിയ ഫാൻ തന്നെ നമുക്ക് ഇത്ര വില കുറച്ച് കിട്ടുന്നുണ്ട്. അത് നമുക്കൊരു ലാഭം തന്നെയാണ്. ഈ പറഞ്ഞ റെനേസ എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ മേടിച്ചിട്ടുണ്ട്. ആ സമയത്ത് 3040 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത്. അതിനേക്കാളും വളരെയധികം കുറഞ്ഞ പൈസയ്ക്കാണ് ഈ രീതിയിൽ നമ്മൾ ഫാൻ എടുത്താൽ കിട്ടുന്നത്. ഈ രീതിയിലെടുത്ത ഫാൻ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരിചയപ്പെട്ട കൂട്ടുകാർക്ക് വരെ നമ്മൾ ഈ രീതിയിൽ ഫാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തിന് എടുത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ മോട്ടർ മാറ്റി കൊടുത്തു. ഒരെണ്ണത്തിൻ്റെ മൊത്തം സ്ക്രാച്ച് ആയതുകൊണ്ട് അത് നമ്മൾ തിരിച്ചയച്ചു. പിന്നെ ഒരെണ്ണത്തിൻ്റെ ബോർഡും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കസ്റ്റമർ കെയർ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ വന്നിട്ട് ബോർഡ് മാറ്റി കൊടുത്തു. എന്തായാലും നമുക്ക് ഇത് മേടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി മാനുഫാക്ചറിംഗ് ഡേറ്റൊക്കെ പഴക്കമുണ്ടെന്ന്. പിന്നെ നമ്മുടെ സീരിയൽ നമ്പർ പെട്ടിക്കകത്തെയും ഫാനിൻ്റെ സെയിം ആണെന്ന് നോക്കണം. സെല്ലർ ചില സമയത്ത് പണി കൊടുക്കുന്നുണ്ട്. ഈ ഫാൻ കിട്ടുമ്പോൾ ഈ കണ്ടീഷനിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പെട്ടിയൊക്കെ മൊത്തം ചിലപ്പോൾ വലിച്ചു കയറിയിട്ട് മോശമായിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ ചില സമയത്ത് ഇതിനകത്ത് പകുതി പാർട്സ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചയക്കുക, റീഫണ്ട് മേടിക്കുക, അടുത്ത ഫാൻ റേറ്റ് കുറച്ച് വരുമ്പോൾ മേടിക്കുക, അത്രേ ഉള്ളൂ. പൈസ പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, റീഫണ്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇപ്പോൾ ഓണാക്കി ചെയ്യുമ്പോൾ സ്പീഡ് കുറവാണോ അതോ ചെറിയ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആറ്റം വർക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന കമ്പനി എന്ന് വെച്ചാൽ അവരെ സൈറ്റിൽ കയറിയിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്താൽ ടെക്നീഷ്യൻ വന്നിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നന്നാക്കി തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാറണ്ടിയുള്ള സാധനമല്ലോ, പുതിയ സാധനം തന്നെയാണല്ലോ. ഒരു കസ്റ്റമർ എടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരിച്ചയക്കുന്നു, അല്ലെങ്കിൽ പല കാരണത്തെ തിരിച്ചയക്കുന്നു. ആ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലൊക്കെ ഓക്കെ ആണെങ്കിൽ വാറണ്ടിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്.
പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, തിരിച്ചയക്കുക. 10 ദിവസത്തിനുള്ള റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് കമ്പനിയുടെ ടെക്നീഷ്യൻ വീട്ടിൽ വന്നിട്ട് ഫാൻ മാറ്റി തരുവാണെങ്കിലോ അല്ലെങ്കിൽ നന്നാക്കി തരുവാണെങ്കിലോ ഈ ഫാൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് നല്ല അടിപൊളി ഫാൻ തന്നെ കിട്ടുന്നുണ്ട്. അതൊക്കെ മാനുഫാക്ചറിങ് ഡേറ്റ് അല്ല, പുതിയ മാനുഫാക്ചറിങ് ഡേറ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ ഞാൻ കുറേ നാൾ മുമ്പ് എടുത്താട്ടോ. കുറേ ഈ രീതിയിൽ നമ്മൾ ഫാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ഫ്രണ്ട്സിൻ്റെ അടുത്തും ബുക്ക് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ വീടൊക്കെ പല ജില്ലകളിലാണ്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനിക്കും തന്നെ എല്ലാ സ്ഥലത്തും സർവീസ് സെൻ്ററൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ രീതിയിൽ ഫാൻ മേടിച്ചാൽ വളരെയധികം കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഫാൻ സ്വന്തമാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ ലൈക്കൊക്കെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കൂട്ടുകാർക്ക് എത്തിച്ചേരാൻ വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഇനി ഇതുമാണ് വളരെ ഉപകാരമായ നിരവധി വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു.